ഫോസിബോട്ട് എന്ന ബ്രാൻഡിൻ്റെ ഫോസിബോട്ട് F106 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്, ഒരു റഗഡ് സ്മാർട്ട് ഫോണാണ്. അതുകൂടാതെ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോസിബോട്ട് F106 Pro എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ കാര്യത്തിൽ 12000 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. ഈവൻ 6000 mAh ബാറ്ററി ഉണ്ടെങ്കിൽ തന്നെ വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റി എന്നാണ് നമ്മൾ പറയാറ്. ആ ഒരു ടൈമിലാണ് അതിൻ്റെയൊക്കെ ഡബിൾ ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ വില വരുന്നത് 11,600 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഓഫർ പ്രൈസിംഗ് ആണ്. എന്തായാലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് എന്നുള്ളതൊക്കെ നല്ല കാര്യം തന്നെയാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ NFC-യുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ ഒരു ക്യാമ്പിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഫോണിൻ്റെ ബാക്കിൽ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് വരുന്നുണ്ട്. 512 ലൂമൻ്റെ ലൈറ്റാണ് വരുന്നത്. പിന്നെ സ്പീക്കേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലൗഡായിട്ടുള്ള സ്പീക്കേഴ്സാണ് ഇതിൽ വരുന്നത്. 103 dBയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. വളരെ ലൗഡായിട്ടുള്ള സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 48 MP മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. 20 MP ഒരു നൈറ്റ് വിഷൻ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ 16 MP സെൽഫി ക്യാമറ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 15 GB റാം കൊടുത്തിട്ടുണ്ട്. 11,600 രൂപ പ്രൈസ് റേഞ്ചിൽ 15 GB റാം വരുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ 256 GB ഇൻറ്റേർണൽ വരുന്നുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമൊക്കെ തന്നെയാണ്. പിന്നെ IP68 അതുപോലെ തന്നെ IP69K റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതും എടുത്തു പറയേണ്ട ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താം. ഇനി ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. പഞ്ചോൾ ഡിസൈനൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. കൂടിയ റിഫ്രഷ് റേറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഡ്രാഗൺ ട്രെയിലിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 11,600 രൂപ പ്രൈസ് റേഞ്ചിൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര മികച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല. പഞ്ചോൾ ഡിസൈനും അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ പൊതുവേ റഗഡ് ഫോൺസിൽ ഇങ്ങനെയാണ്, അത്ര മികച്ചൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വരാറില്ല. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15 GB റാം ഒക്കെ വരുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ടൊന്നുമില്ല. മാക്സിമം 4G സപ്പോർട്ടേ വരുന്നുള്ളൂ. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഓഫർ പ്രൈസിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് $139.99 അതായത് 11,600 രൂപ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ ഒറിജിനൽ പ്രൈസിംഗ് ഇത്രയല്ല വരുന്നത്. ഇതിൻ്റെയൊക്കെ ഡബിളിൽ കൂടുതൽ ഒറിജിനൽ പ്രൈസിംഗ് വരുന്നുണ്ട്. $299.99 അതായത് 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ AliExpressൽ ഇന്ത്യൻ പ്രൈസിംഗ് ആയിട്ട് കാണിക്കുന്നത് 25,600 രൂപ എന്നുള്ളതാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ IP68 അതുപോലെ തന്നെ IP69K റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. 15 GB റാം എടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിലൊരു ലൈറ്റും വളരെ നല്ല ഒരു സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സോ അത്ര മികച്ച പ്രോസസ്സറോ ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ റഗഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ വെയിറ്റും തിക്നെസ്സും ഒക്കെ അത്യാവശ്യം നല്ലോണം കൂടുതലുമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റും തിക്നെസ്സുള്ള ഫോണായിരിക്കും ഈ ഒരു ഫോൺ. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോണാണ്. ഇതുപോലുള്ളൊരു ഫോൺ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുക്കുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കില്ല. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വെയിറ്റും തിക്നെസ്സൊക്കെ വളരെ കൂടുതലാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.